ഹായ് ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാം സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ LPUP LD സീസണിലൊക്കെ കുറേ വീഡിയോ ഒക്കെ ചെയ്തതാണ്. പിന്നെ ആ പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പം ഒരു ചെറിയ ബ്രേക്ക് അല്ലേ. ഇതേ വീണ്ടും LPUP LD പരീക്ഷയ്ക്കായിട്ടുള്ള എല്ലാവരും നല്ല ഉഷാറായി ഒരുങ്ങാനൊക്കെ തുടങ്ങി. അപ്പോൾ അതിലേക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളാണ് ഇനി മുതൽ ഇടാന്ന് കരുതിയത്. ഇനി ആദ്യം തന്നെ ഇന്ന് നമുക്ക് 10th പ്രിലിമിലെ സ്റ്റേജ് 1, അതായത് കഴിഞ്ഞ ശനിയാഴ്ച നടന്ന എക്സാമിലെ സയൻസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. ഇന്ന് നമുക്ക് കെമിസ്ട്രിയിലെ ചോദ്യങ്ങളൊന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, 10th പ്രിലിം പരീക്ഷയാണെങ്കിലും സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആണോ എന്ന് തോന്നിപ്പോവും ഇല്ലേ. ഇപ്പോൾ ഡിഗ്രി ലെവൽ തൊട്ടടുത്ത് നടന്ന HSA പരീക്ഷയ്ക്ക് പോലും ഇത്ര ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല കടുകട്ടി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതായാലും വരുന്ന പരീക്ഷകളിൽ നമുക്കതൊക്കെ ഹെൽപ്ഫുൾ ആകും തന്നെ കരുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യം നോക്കൂ. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപ്പ് ക്വാർക്ക് +2/3 ഈ ചാർജ് ഉള്ളതും ഒരു ഡൗൺ ക്വാർക്ക് -1/3 ഈ ചാർജ് ഉള്ളതുമാണ് ഇലക്ട്രോണിക് ചാർജ്. അതായത് ഇലക്ട്രോണിൻ്റെ ചാർജാണ് ആ E എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ക്വാർക്ക് സംയോജനമാകാൻ സാധ്യതയുള്ളത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. സംഗതി നമ്മൾ ഏതുവരെയാണ് പഠിച്ചത് അവിടെ നിന്ന് തുടങ്ങാം. ആറ്റത്തിനുള്ളിലെ മൗലിക കണങ്ങൾ ഏതൊക്കെയാ? ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ആറ്റത്തിനുള്ളിലെ കണങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാലാണ് നമുക്ക് ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ് എന്ന മറുപടി കൊടുക്കാൻ പറ്റുക. ആറ്റത്തിനുള്ളിലെ കണങ്ങൾ. ഇതിൽ ഇലക്ട്രോണിനെ മാത്രമേ നമുക്ക് മൗലിക കണം എന്ന് പറയാനാവൂ. കാരണം എന്താ? അതിനെ വിഭജിക്കാൻ പറ്റൂല. പക്ഷേ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഉണ്ടാക്കിയിട്ടുള്ളത് 3 വീതം ക്വാർക്കുകൾ കൊണ്ടാണ്. ഇതുവരെയാണ് സാധാരണ ഒരു ജനറൽ PSC പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുന്ന കാര്യം. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻ കുറച്ച് കടുകട്ടിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ PGക്ക് പഠിക്കുന്ന ക്വസ്റ്റ്യനാണ്. ആക്ച്വലി ഇതൊരു ഫിസിക്സ് ക്വസ്റ്റ്യനാണ്. ഇതിലെ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഒക്കെ കണ്ടിട്ട് ഇത് കെമിസ്ട്രിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ക്വസ്റ്റ്യനാണ്. വാ നോക്കാം. ഇവിടെ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാക്കിയിട്ടുള്ളത് എന്തൊക്കെ കൊണ്ടാണ് എന്നാണ് ചോദ്യം. ഇതിനുള്ള ഹിൻഡ് ഇവർ ഈ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. എന്നാലും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക, പ്രോട്ടോൺ എന്ന് പറയുന്നത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 2 അപ്പ് ക്വാർക്കും അതേപോലെ തന്നെ 1 ഡൗൺ ക്വാർക്കും കൊണ്ടാണ്. ഞാൻ തൽക്കാലം ഇത് ചെറുതാക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചുരുക്കി എഴുതുന്നു. അതേപോലെ ന്യൂട്രോൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 1 അപ്പ് ക്വാർക്കാണ്. 1 അപ്പ് ക്വാർക്ക് കൊണ്ടും അതേപോലെ 2 ഡൗൺ ക്വാർക്കും കൊണ്ടാണ്. 2 ഡൗൺ ക്വാർക്ക്. ഇത് കണ്ടുപിടിക്കാനുള്ള ക്ലൂ ഇവിടെ തന്നെ തന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇനി ഈ ക്ലൂ വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുക പറഞ്ഞുതരാം. എടാ, പ്രോട്ടോണിൻ്റെ ചാർജ് +1 ആണെന്ന് നമുക്കറിയാലോ അല്ലേ. പ്രോട്ടോണിൻ്റെ ചാർജ് +1, ന്യൂട്രോണിനോ ചാർജ് ഇല്ല എന്നും നമുക്കറിയാം. ഇവിടെ തന്നിട്ടുണ്ടോ പ്രോട്ടോണിൻ്റെ ചാർജ് +2, അപ്പ് ക്വാർക്കിൻ്റെ ചാർജ് +2/3 തന്നിട്ടുണ്ട്. അതേപോലെ ഡൗൺ ക്വാർക്കിൻ്റെ ചാർജോ -1/3 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞത് പ്രകാരം നമുക്കിതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ദേ 2 അപ്പ് ക്വാർക്കാണ്, അതായത് 2/3 + 2/3 + -1/3 ഒന്ന് കൂട്ടി നോക്കിയേ, നമുക്ക് കിട്ടും 3/3, അതായത് 1. പ്രോട്ടോണിൻ്റെ ചാർജ് 1 എന്ന് കിട്ടിയ. ഇനി ന്യൂട്രോൺ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടൊക്കെയാണെന്നാ പറഞ്ഞേ? 1 അപ്പ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കാണ് അല്ലേ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 0 ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ A. ആദ്യമേ പറഞ്ഞ കാര്യമാണ്, ഇത് വളരെ ഹയർ ലെവലിലുള്ള ചോദ്യമാണ്. PG ഫിസിക്സ് പഠിക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. എന്തോ PSCക്കാർ അവരുടേതായ ഒരു ക്രൂര വിനോദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ചെയ്തൊരു ക്വസ്റ്റ്യനാണിത്. ഇത് കണ്ടിട്ട് ഇപ്പോൾ പഠിക്കുന്ന ആളുകളൊന്നും അത്രയും പാനിക് ആവേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
രണ്ടാമത്തെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ ഇതാണ്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? അത് ലഭിക്കുന്ന ഉപോൽപ്പന്നം ജലമാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കിയടാ. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയുമാണ്. ഇവിടെ തമ്മിൽ മാച്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയഫ് ആണ്. മെൻഡലിയഫ് വരെ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ആവർത്തന പട്ടികയ്ക്ക് തുടക്കം കുറിച്ച ലാവോഷിയർ കഴിഞ്ഞാൽ ഡബറൈന്, ചാൻകൊർട്ടോയ്സ്, ന്യൂലാൻസ്, മെൻഡലിയഫ്, ലോത്തർ മേയർ ഇവരെല്ലാവരും മൂലകങ്ങളുടെ വർഗീകരണത്തിന് അടിസ്ഥാനമാക്കി എടുത്തിട്ടുള്ളത് എന്താണ്? അറ്റോമിക മാസാണ്. സോ മെൻഡലിയഫും ആവർത്തന പട്ടികയ്ക്ക് അടിസ്ഥാനമാക്കി എടുത്തിട്ടുള്ളത് അറ്റോമിക മാസാണ്. എന്നാൽ പിന്നീട് പറയുന്നത് ഹെൻറി മോസ്ലി ആണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയത് ഹെൻറി മോസ്ലി ആണ് അല്ലേ? ഇദ്ദേഹം അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചത്. സോ മെൻഡലിയഫ് അറ്റോമിക മാസ്, ഹെൻറി മോസ്ലി അറ്റോമിക നമ്പർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കിയാൽ ലോഹം വേർതിരിക്കാവുന്നത്? അപ്പോൾ അയിരുകൾ ധാതുക്കൾ എന്ന് പറയുന്നത് 10th പ്രിലിം സിലബസിലുള്ളതാണ്. എങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. ശക്തമായി ചൂടാക്കിയാൽ വേർതിരിക്കാനാകുന്നത് ദ്രവണാങ്കം വളരെ കുറവുള്ള ലോഹമായ മെർക്കുറിയാണ്. മെർക്കുറിയുടെ അയിര് ഏതാടോ? സിന്നബാർ. മെർക്കുറിയുടെ അയിരായ സിന്നബാറിനെ ശക്തമായി ചൂടാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ള അയിരുകളൊന്ന് പഠിച്ചു വെക്കണേ. ഡോളമൈറ്റ് എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിൻ്റെ അയിരാണ്. കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുള്ള ബാക്കിയുള്ള സയൻസ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക. താങ്ക് യു.